നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ കൈതപ്രത്ത് നിർമ്മാണത്തിലുള്ള വീട്ടിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പോലീസ് എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തുവരികയാണ്. മരിച്ച കെ രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള പ്രതിക്കുണ്ടായിരുന്ന സൗഹൃദത്തെ തുടർന്ന് ഈ ഒരു കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് എഫ്ഐആറിലടക്കം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. വീട് പണിക്കായി വന്ന പ്രതി എനിക്ക് സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദത്തിലാവുകയായിരുന്നു. ഇവരിതിനു മുൻപും ഒരുമിച്ച് പഠിച്ചവരാണ്. പിന്നീട് ഈ ബന്ധം തുടരാൻ രാധാകൃഷ്ണൻ തടസ്സമായി വന്നതോടെയാണ് സന്തോഷ് കൊലപാതകത്തിന് മുതിർന്നതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. 2 മാസം മുമ്പ് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നുണ്ട്. ഈ പ്രതി കൃത്യം നടത്തിയത് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്ത ശേഷമാണെന്നടക്കം പോലീസ് പറയുന്നുണ്ട്. ഈ ഒരു പ്രതിയുടെ എനിക്ക് സന്തോഷ് എന്നാണ് ഫേസ്ബുക്ക് പേജിലെ പേര്. ആ ഒരു പ്രൊഫൈല് ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് എഴുതുന്ന അല്ലെങ്കിൽ ഈ പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണെന്നാണ് തോന്നിയത്. പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇതിനു മുൻപും ഈ ഒരു കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിന് മുൻപുള്ള പോസ്റ്റുകൾ, മാസങ്ങൾക്ക് മുമ്പുള്ള കുറേ പോസ്റ്റുകളും വായിക്കാനിടയായി. അപ്പോൾ അതിലൊക്കെ തന്നെ പലപ്പോഴും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിരഹത്തെക്കുറിച്ചും കിട്ടാത്ത പ്രണയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കുറിപ്പുകൾ പങ്കുവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ചില വെല്ലുവിളികൾ, അതിനു മുൻപും ചില രാഷ്ട്രീയ വെല്ലുവിളികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള ചില പോസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു NK സന്തോഷിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിലടക്കം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിന് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ അതിന് താഴെ ആദ്യമൊന്നും ആളുകൾക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഈ അറിയുന്ന ആളുകളായിരിക്കണം എന്താ സന്തോഷിയ കാര്യം, എന്താണ് സന്തോഷിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കുറേ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. പിന്നീടാണ് ഈ ഒരു കൊലപാതക വാർത്ത നാട്ടിലെല്ലാം തന്നെ പരന്നത്. അപ്പോൾ അതിനുശേഷം രാധാകൃഷ്ണന്റെ ഈ ഒരു കൊലപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് ചില സ്ക്രീൻഷോട്ടുകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ആളുകൾ അതിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ എന്നും ചില ആളുകൾ ഈ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപും നേരിട്ടൊക്കെ ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരാളാണ് സന്തോഷ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വളരെ സന്തോഷത്തോടും സമാധാനത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും അതിപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയതും. ഈ ഒരു രാധാകൃഷ്ണൻ, കൊല ചെയ്യപ്പെട്ട രാധാകൃഷ്ണനെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. അദ്ദേഹം വളരെ സൗമ്യനായി പെരുമാറുന്ന, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനു മുൻപ് ഈ രാധാകൃഷ്ണനെ പറ്റി നാട്ടുകാരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന മൊഴികൾ. ഇന്നലെ വൈകിട്ട് 4:23 ആദ്യം ഒരു പോസ്റ്റ് ഇട്ടത്. ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു സന്തോഷ് ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നത്. അതിന് താഴെ കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്നായിരുന്നു അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വൈകിട്ട് 7:27 മറ്റൊരു പോസ്റ്റ് ഇട്ടു. അതായത് ഏകദേശം 6 കൂടിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതിനുശേഷം 7:27 ആളുകളൊക്കെ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് 7:27 മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു 2ാമത്തെ പോസ്റ്റ്. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിൻ്റെ ഷൂട്ടേഴ്സ് സംഘത്തിലടക്കം അംഗമാണ് സന്തോഷ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ആളുകൾക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംശയമുണ്ടായിരുന്നു. ആരുടെ ഭാര്യയാണ് ഈ പറയുന്ന പെണ്ണ്, എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത്? അപ്പോൾ ചില ആളുകൾ കണ്ടു കമൻറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സന്തോഷിൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച ആളാണ് ഈ രാധാകൃഷ്ണൻ. അങ്ങനെയാണ് ഈ സന്തോഷ് പോയിട്ട് അയാളെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്. പിന്നീട് വാർത്ത പുറത്ത് വിശദമായി വന്നതിന് ശേഷമാണ് ആളുകൾക്ക് മനസ്സിലായത് ഈ പറയുന്ന കൊല ചെയ്യപ്പെട്ട വ്യക്തി, അതായത് ഈ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ പറയുന്ന എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ആഴമായിരിക്കണം. ഇപ്പോൾ എൻ്റെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രത്തോളം നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും ഈ തോക്ക് എവിടെ നിന്ന് കിട്ടി, ഇത് ലൈസൻസ് ഉള്ള തോക്കാണോ എന്നുള്ള കാര്യം ആദ്യം സംശയമുണ്ടായിരുന്നു. കൃത്യമായിട്ട് പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള സംശയമുണ്ടായിരുന്നു. കാരണം
മുഖത്തോട് മുഖാമുഖം നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ തന്നെയാണ്, അതായത് നെഞ്ചിലാണ് ഒരൊറ്റ വെടിയിൽ തന്നെ രാധാകൃഷ്ണൻ മരണപ്പെടുകയായിരുന്നു. അപ്പോൾ പിന്നീട് വന്നിട്ടുള്ള റിപ്പോർട്ടിലൊക്കെ പഞ്ചായത്തിന്റെ ഷൂട്ടേഴ്സ് സംഘത്തിൽ അംഗമാണ് സന്തോഷ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ തോക്ക് കൈകാര്യം ചെയ്തുള്ള പരിചയം തന്നെയാണ് കൊലപാതകം വളരെ എളുപ്പമാക്കിയിരിക്കുന്നത്. പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇതിനു മുൻപും കൊല്ലാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ഒരു അവസരം വന്നു കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30 കൂടിയിട്ടാണ് രാധാകൃഷ്ണന്റെ തന്നെ ഭാര്യയുടെ മാതാവായിട്ടുള്ള അവർക്ക് വീട് പണിയുന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ചിട്ട് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പ്രതിയുടെ സൗഹൃദം തന്നെയാണ് ആ ഒരു കുടുംബം തകർന്നതിന് പിന്നിലെന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പോലീസ് അടക്കം FIR രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇവര് സഹപാഠികളായിരുന്നു. പിന്നീട് കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലെ സൗഹൃദം മുറിഞ്ഞതും അതൊക്കെ തന്നെ ഒരു പകയായിട്ട് പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 49 വയസ്സാണ് പ്രായം. ഈ പറയുന്ന സന്തോഷിനും അത്ര തന്നെ പ്രായം കാണണം. ഏതായാലും വൈകിട്ട് 6:30 കൂടിയിട്ടാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പുതുതായി പണിയുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോഴൊക്കെ ഈ ഒരു കുട്ടികളായിരുന്നു കൂടുതലായിട്ട് അതിൽ പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ 2K ഇപ്പോഴത്തെ 2K കുട്ടികൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ 90 കിഡ്സും 80 കിഡ്സൊക്കെ 2K കുട്ടികളെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അവരാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലും അതുപോലെ തന്നെ ഈ കൊലപാതക രീതിയിലുള്ള പല കാര്യങ്ങളും മയക്കുമരുന്ന് അടിമയൊക്കെ ആയിട്ടുള്ള പല നീചമായ പ്രവർത്തികളും ചെയ്യുന്നത് അവരാണ്, ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുഴുവനായിട്ട് പഴിക്കുന്ന ഒരു മനോഭാവം നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. 2K കിഡ്സിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ തങ്ങളുടെ സൗഹൃദത്തിന് ഇടയിട്ടതിൻ്റെ പേരിലാണ് ആ ഒരു യുവതിയുടെ ഭർത്താവിനെ ഇത്തരത്തിൽ തോക്കുപയോഗിച്ചിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊല തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഇവരുടെ ഒരു പ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരാരും 2K വിഭാഗത്തിൽ പെടുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല അവരുണ്ടായിരുന്ന ആ ഒരു തലമുറയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പക അല്ലെങ്കിൽ അതൊന്നും തന്നെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കാത്ത പ്രകോപനത്തിൻ്റെ പേരിൽ കൊല്ലാനുള്ള പ്രേരണയുണ്ടാകുന്ന ആളുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിലും ഉണ്ട്, ആ ഒരു തലമുറയിൽ ആളുകളുണ്ട്. എല്ലാ തലമുറയിലും ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഒരു വിഭാഗത്തെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ആ ഒരു തലമുറയിലും ഇത്തരത്തിൽ കുറ്റവാസനയുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ന് ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ തലമുറയിൽ വളരെയധികം വർദ്ധിക്കുകയാണ്. ഏതായാലും ഇതിനു മുൻപും ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവരുടെ പേരിൽ സന്തോഷിൻ്റെ പേരിൽ ഇവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ പലപ്പോഴും പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ ഇവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇടപെട്ടിട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ചു കാലം കുഴപ്പമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇയാൾ നിരന്തരം രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയായിരുന്നു. രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് ഈ പറയുന്ന NK സന്തോഷിനെ ഏൽപ്പിച്ചത്. അതോടുകൂടിയിട്ടാണ് വീണ്ടും ഇവരുടെ സൗഹൃദം വർദ്ധിച്ചത്. രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ഫ്രണ്ടാണ് എന്നുള്ള ഒരു പരിഗണനയിലാണ് ഈ ഒരു സന്തോഷിനെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീടിന്റെ പണിയൊക്കെ തന്നെ ഏൽപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് അത് തൻ്റെ കഴുത്തിറക്കാൻ തന്നെയുള്ള ഒരു കെണിയായിട്ട് അത് മാറുമെന്ന് ഒരിക്കലും രാധാകൃഷ്ണൻ വിചാരിച്ചു കാണില്ല. മാത്രമല്ല തങ്ങളുടെ കുടുംബ ബന്ധം ഇത്തരത്തിൽ ശിഥിലമാകുമെന്നും ഒരാളും, അടുത്ത ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരും തന്നെ കരുതിയിരിക്കില്ല. ഏതായാലും വിളിച്ചു വരുത്തി രാധാകൃഷ്ണന്റെ നെഞ്ചത്താണ് ആദ്യ വെടിവെച്ചത്. സംഭവം നടക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപൊക്കെ ഇത്തരത്തിൽ ഭീഷണി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ കേസിലേറെ നിർണായകമാകും. കാരണം കൃത്യമായിട്ട് കൊല്ലുമെന്നുള്ള കുറിപ്പ് തന്നെയായിരുന്നു. അതായത് ഇതിനുള്ളൊരു പദ്ധതി സന്തോഷ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയൊക്കെ തന്നെ വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു ജയിലിൽ പോകാൻ, ഇവരെ കൊന്ന് ജയിലിൽ പോകാൻ തന്നെ മുഴുവൻ തയ്യാറെടുപ്പ് നടത്തിയിട്ട് തന്നെയാണ് സന്തോഷ് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ്. ഏതായാലും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ പറയുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.